ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. രാവിലെ തന്നെ നമ്മുടെ ചുന്ദരനാട് സുന്ദരനായിട്ട് ബാജൊക്കെ കുത്തി അവൻ്റെ അംഗനവാടിയിൽ ഇന്ന് പരിപാടിയുണ്ട്. അപ്പോൾ അത് ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങി പോകാൻ വേണ്ടി സുന്ദരനായി നിൽക്കുന്നുണ്ട്. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ ബാജും എല്ലാം വെച്ച് കൊടിയൊക്കെ ഉയർത്തി സുന്ദരനായി നിൽക്കുന്നതാണ്. എണീക്കാൻ ഭയങ്കര പാടായിരുന്നു. എങ്ങനെയൊക്കെയോ എണീപ്പിച്ച് അയാളെ റെഡിയാക്കി അങ്ങനെ ഡ്രസ്സൊക്കെ ഡ്രസ്സ് ഇടുന്ന സമയത്തുണ്ട് അമ്മ അത് ടൈറ്റാ ഇത് ടൈറ്റാ എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയൊക്കെയോ ഇടിപ്പിച്ച് വെള്ളയല്ലേ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോയൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് തൊപ്പി വെച്ച് ബാജൊക്കെ കുത്തി കൊടിയൊക്കെ പിടിച്ച് അങ്ങനെ നമ്മൾ ഒരുങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ആളും വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട്. ഒക്കെ പിടിച്ചപ്പോഴത്തേന് നമുക്ക് പിന്നെ അംഗനവാടി പോയാൽ മതി. അല്ലാത്ത ദിവസം അംഗനവാടി പോകണ്ട. ഇന്ന് നമുക്ക് അംഗനവാടി പോയാലേ പറ്റുമെന്ന് പറഞ്ഞിരിക്കും. അങ്ങനെ അംഗനവാടി എത്തി. അംഗനവാടി ഇന്ന് എല്ലാ കുട്ടികൾക്കും സന്തോഷമാണ്. ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും ഒന്നിച്ച് അവൻ്റെ ഫ്രണ്ട്സൊക്കെയാണ്. എല്ലാ ഫ്രണ്ട്സും ഉണ്ട് അവൻ്റെ. എല്ലാവർക്കും ഭയങ്കര കരച്ചിലൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഇങ്ങനെ മക്കളെല്ലാവരും കൂടെ ചേർന്ന് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ചെറിയ രീതിയിൽ ബലൂണൊക്കെ തൂക്കിയിട്ട് അങ്ങനെ മക്കളെല്ലാവരും കൂടെ കൈ പിടിച്ചിരുന്ന് നല്ല രസമായിരുന്നു. എന്നിട്ടിങ്ങനെ ഫോട്ടോസൊക്കെ കുറേ എടുത്ത് ഇതാണ് അവരുടെ ടീച്ചർ. 2 ടീച്ചർമാരുണ്ട്. 2 ടീച്ചർമാർ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് താണ്ട വീഡിയോ എല്ലാവരും കൂടെ വന്നിട്ട് കുട്ടികൾ കുറേ വന്ന് അങ്ങനെ എല്ലാവരും കൂടെ കൊടിയൊക്കെ വെച്ച് നല്ല രസമാണ് അവരെ കാണാൻ. വെള്ളയൊക്കെ ഇട്ട് നല്ല വെള്ളയും പച്ചയും അങ്ങനത്തെ നല്ല രസമുണ്ട് കാണാൻ. എല്ലാവരെയും ഇന്ന് അവർക്ക് തന്നെ ഭയങ്കര സന്തോഷമായി. ഫ്രണ്ട്സും എല്ലാവരും അവരും ഇങ്ങനെയൊക്കെ ഇട്ടപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെയും കുറേ കുട്ടികൾ വന്ന് അങ്ങനെ എല്ലാവരും കൂടെ നല്ല ഫോട്ടോസൊക്കെ എടുത്ത് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് മക്കളുടെ മക്കൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും കൂടെ ചേർന്ന് നിന്നിട്ട് കൊടിയൊക്കെ ഉയർത്തി ഇങ്ങനെ നിൽക്കാൻ. അങ്ങനെ എല്ലാവരും കൊടിയൊക്കെ ഉയർത്തി വെച്ച് പിന്നെ ഉയർത്തി അങ്ങനെ സല്യൂട്ടൊക്കെ കൊടുത്തു. ഇടയ്ക്ക് അടുക്കളയിൽ നല്ല ടീച്ചർ നല്ല പായസം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. സേമിയ പായസമായിരുന്നു മക്കൾക്ക് വേണ്ടി. നല്ല പായസമായിരുന്നു. അതെല്ലാം സേമിയയുടെ പായസമായിരുന്നു. അത് ഞാൻ പോയി കുറച്ച് വീഡിയോ എടുത്ത് അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ സേമിയ പായസം ഉണ്ടാക്കുന്നത് ടീച്ചർ തന്നെ ഇതൊക്കെ സേമിയൊക്കെ ഇടുന്നു. പാല് കുറുക്കിയിട്ട് സേമിയൊക്കെ ഇട്ട് അങ്ങനെ മക്കൾക്ക് അടിപൊളി പായസമാണ് ഇന്ന് സ്പെഷ്യൽ. അവിടുത്തെ സ്പെഷ്യൽ പായസം മാത്രമല്ല മുട്ടായി ഉണ്ട്, ലഡു ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു മക്കൾക്ക്. അങ്ങനെ ആ പായസം നല്ല അടിപൊളി സേമിയ പായസമായിരുന്നു ഇന്ന് നമ്മുടെ അംഗനവാടി കുഞ്ഞു മക്കൾക്കുള്ള ഇന്നത്തെ വിരുന്ന്. മക്കളെല്ലാം കൂടി ചേർന്ന് എടുത്ത് കസേര ഇരുന്നിട്ടുള്ള ഫോട്ടോ ഉണ്ട്. ഏതാണ് മക്കളെല്ലാവരും കൂടി നിൽക്കുന്ന ഫോട്ടോ. നാടെ പായസം മുട്ടായി ലഡു എല്ലാം ഉണ്ടായിരുന്നു ഇന്ന് മക്കൾക്ക്. അങ്ങനെ എല്ലാ ഫോട്ടോസും ഉണ്ട്. അടിപൊളി കുറേ ഫോട്ടോസ് മക്കളുടെ എല്ലാം എടുത്ത് അങ്ങനെ മക്കൾക്കൊക്കെ സന്തോഷമായി. അങ്ങനെ ഇന്നത്തെ ആഘോഷം അവസാനിച്ചു. കുറേ പിക്കുകളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അമ്മമാരും മക്കളും ടീച്ചർമാരും എല്ലാം കൂടെ നിൽക്കുന്ന ഫോട്ടോസുണ്ട് എല്ലാ വീഡിയോസിലും. ഇതാണ് മോൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള സാൽവി മോള്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പിന്നീട് ഞങ്ങൾ രക്ഷകർത്താക്കളും കുട്ടികളും ടീച്ചർമാരും എല്ലാം കൂടെ നിൽക്കുന്ന ഫോട്ടോയും അങ്ങനെ എല്ലാം എടുത്ത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ.